നമസ്കാരം. ആളെ അറിയാതെ അപവാദം പറയുമ്പോൾ പ്രസിദ്ധ എഴുത്തുകാരൻ OV വിജയന്റെ കടൽ തീരത്ത് എന്ന ലളിതവും ഹൃദ്യവുമായ കഥ വായിച്ചു പോകുമ്പോൾ വെള്ളായ്യപ്പൻ എന്ന കഥാപാത്രത്തെ നാം കാണുന്നു. സ്വന്തം മകൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതറിഞ്ഞ് പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെടുന്ന മനുഷ്യൻ. ഹൃദയം നുറുങ്ങുന്ന വേദനയായി നിരക്ഷരനും നിസ്സഹായനുമായ ആ അച്ഛൻ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ ഒരു അപരിചിതൻ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട്. മറുപടി പറയാനാവാതെ ഗദ്ഗദവുമായിട്ട് യാത്ര തുടരുന്ന ആ മനുഷ്യൻ, അപരിചിതന്റെ ചോദ്യങ്ങൾ അയാൾക്കൊരു കൊലക്കയറായി അനുഭവപ്പെടുന്നുണ്ട്. ഈ കഥ ഓരോ തവണ വായിച്ചു നിർത്തുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും ആ അപരിചിതൻ വെള്ളായ്യപ്പനെ കുറിച്ച് മനസ്സിലോർക്കുക? ഈ വൃദ്ധൻ, ഈ ഗ്രാമീണൻ എന്തൊരു അഹങ്കാരിയായിരിക്കും? അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്നേഹത്തോടെ അന്വേഷിക്കുമ്പോൾ അയാൾ മറുപടി പറയുന്നില്ലല്ലോ, ഇയാൾക്ക് എന്തൊരു ജാടയാണ് എന്നായിരിക്കും നമ്മുടെ ആധുനിക തലമുറ അദ്ദേഹത്തെ കണ്ടാൽ ചോദിക്കുക. അപരിചിതനായ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ തിരിച്ചറിയാനോ അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ ആയിരിക്കും പലപ്പോഴും നമ്മൾ അപവാദങ്ങൾ സൃഷ്ടിക്കുക. നമ്മുടെ കുടുംബങ്ങളിലെ സമയങ്ങൾ മുഴുവനും ഇടവേളകൾ കൂടുതലും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമൊക്കെ കവർന്നെടുക്കുന്നു. പിന്നീട് കിട്ടുന്ന ചുരുക്കം ചില വിനോദവേളകൾ, സംസാരത്തിൻ്റെ വേളകളൊക്കെ പലപ്പോഴും അപവാദങ്ങൾ പറയാനുള്ള ഇടങ്ങളായിട്ട് മാറുന്നില്ലേ? നമുക്ക് മറ്റെന്തെല്ലാം വിഷയങ്ങൾ സംസാരിക്കാം? ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെക്കുറിച്ച്, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികളെക്കുറിച്ചൊക്കെ നാം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത്? പ്രയോജനമുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. അപവാദങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയാവട്ടെ, മൂല്യങ്ങൾ നിറയട്ടെ. നന്ദി.